ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവവചനം ശ്രവിക്കുന്ന ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. 20-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും. ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും. അവരും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഹഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായ ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആ വാക്യത്തിന്റെ പകുതിയിൽ വെച്ചു. സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരം ആക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 3 കാര്യങ്ങൾ. 1, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. 2, അവൻ നമ്മെ കയ്യിലെടുത്തു. 3, അവൻ നമ്മെ മുദ്രമോതിരം ആക്കി. വളരെ ശക്തമായി നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി സംസാരിക്കും. വചനം പറയുമ്പോൾ വേദപുസ്തകം പറയുന്നത്, തിരുവെഴുത്തുകളെ തെളിയിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, വചനം കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അകത്ത് പ്രത്യാശ വർദ്ധിക്കും. ആമേ, ലോകം തകരുമെന്നും നീ മുടിയുമെന്നും ഒരിക്കലും കരകയറ്റം ഉണ്ടാകത്തുമില്ലെന്ന് നിന്റെ ചെവിയിൽ പിശാച് മന്ത്രിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ തകരാൻ പോകുവല്ല, നിന്നെ ഉയർത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അവനാ ഞാൻ പ്രസംഗിക്കുന്ന യേശു. അടിക്കടി അനർത്ഥങ്ങൾ വിതയ്ക്കുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അടിക്കടി മരണങ്ങൾ വരുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അവൻ്റെ പേരാ യേശു. ഞാൻ ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പം ആ വീട്ടുകാര്, കർത്താവിന് സ്തോത്രം, എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് റൂമിൽ ഇരുത്തി. അപ്പം ഞാൻ ചോദിച്ചു, ഈ വീട്ടിലെ അച്ഛൻ എന്തിയെന്ന് ചോദിച്ചു. പറഞ്ഞു, പുതച്ച് കിടക്കുക എന്ന് പറഞ്ഞു. അങ്ങോട്ടങ്ങ് വരാമോ? ഞാൻ ചോദിച്ചാൽ എന്താ, തളർന്നു വല്ലതും കിടക്കുക? അല്ല, പുതച്ച് കിടക്കുക. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ കമ്പിളിക്കകത്ത് പുതച്ച് കിടക്കുക. കയ്യെ എനിക്ക് കമ്പിളിക്കകത്തുനിന്ന് കൈയൊക്കെ എടുത്ത് തന്നു. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി അസുഖമാണോ? അല്ല, മരിക്കാൻ റെഡിയായി കിടക്കുക. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം 50 വയസ്സ്, 52-ാമത്തെ വയസ്സ് എന്ന് തികയുന്നോ ആ ബർത്ത്ഡേ കഴിഞ്ഞ് ഒരാഴ്ചക്കകം മരിക്കും. 3 പേരും മരിച്ചു. 4-ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ 52 കഴിഞ്ഞ ആഴ്ച തികഞ്ഞു.
ഇനി വെളിയിറങ്ങി വണ്ടി ഇടിച്ച് ചാകണ്ടെന്ന് പറഞ്ഞ് മെത്തേക്കറി കമ്പിളി പുതച്ച് കിടക്കുക. ഞാൻ പറഞ്ഞു, ബ്രദറെ, ജീവിപ്പിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് പറയാം. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ജീവിപ്പിക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ജാതകം എഴുതിയിട്ടുണ്ട്, 52 എല്ലാവരും ചാവുമെന്ന്. ഞാൻ പറഞ്ഞു, ജാതകം തിരുത്താൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, അവന്റെ പേരാ യേശു എന്ന് പറഞ്ഞ കൊലോസ്യ ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞ ഒരു വെളിപ്പാട് നമുക്ക് പറയാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തിനെ മായിച്ചു എന്ന് പറഞ്ഞ ഒരാൾ യേശുവിലേക്ക് വരുമ്പോൾ അവനെതിരെയുള്ള മുഴുവൻ കയ്യെത്തും കാൽവറിയിൽ മായ്ക്കപ്പെടുകയാ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മാത്സിന്റെ സാറ് പഠിപ്പിച്ചു പോയി ബോർഡെ മുഴുവൻ ദൈവസഹോദരം ഇങ്ങനെ മാത്സ് കണക്കെഴുതി പിള്ളേരെ പഠിപ്പിച്ച ചോക്ക് കൊണ്ട് എഴുതിയ ബോർഡ് സോഷ്യൽ സ്റ്റഡീസിന്റെ സാറ് വരുമ്പം ടെസ്റ്റർ കൊണ്ട് തുടയ്ക്കുന്ന പോലെ നിന്റെ ഭാവിയിൽ ഇതുവരെ എഴുതിയതെല്ലാം എൻ്റെ കർത്താവ് തുടയ്ക്കുക. ഒരാമീൻ പറഞ്ഞാണ്ട് ഒരു വ്യക്തി എപ്പോഴും പറയണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കിച്ച് ചിരിച്ചോണ്ട് പറയും, അനുഗ്രഹിക്കപ്പെട്ടവനെ കണ്ണാടിയിലോട്ട് നോക്കാൻ പറയും. അതാരാ? ഞാനാ. മരണത്തിന്റെ ജീവന്റെ അധികാരം നാവേല. നീ പറയുന്നത് പോലെ സംഭവിക്കും. ഒരാമീൻ പറഞ്ഞാട്ട് നിന്റെ വീടിനെ നോക്കിക്കൊണ്ടെന്ന് പറ, ഈ വീടിന്റെ സ്ഥിതി മാറും. മാറിയിരിക്കും. 5 കോടി കടം കയറിയ ഒരമ്മ കയ്യിൽ, ദൈവത്തിന് സ്തോത്രം, മലർക്ക കുഞ്ഞിനെ പിടിച്ചോണ്ട് പാല് കുടിച്ചോണ്ടിരിക്കുമ്പം ആ കുഞ്ഞിന്റെ കവിളത്ത് ഞൊള്ളിക്കൊണ്ട് അമ്മ പറഞ്ഞു, എടാ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ശാപം പൊട്ടിക്കാൻ നിന്നെ ദൈവം ജനിപ്പിച്ചേക്കുവാ. എന്നാ വിശ്വാസമാ. ആ അമ്മ പറയാ, 10 വർഷം ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാ, 15 വർഷം വെയിറ്റ് ചെയ്യാൻ തയ്യാറാ, പക്ഷെ ഇവൻ വളർന്നു വരുമ്പോൾ എന്റെ കുടുംബത്തിന്റെ ഗതികേട് മാറും. നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? നീ തകർക്കപ്പെടാൻ പോകുകയല്ല, നീ ദൈവത്താൽ പണിയപ്പെടാൻ പോകുകയാ. നീ ഉടയപ്പെടാൻ പോകുകയല്ല, നീ ഉയർത്തപ്പെടാൻ പോകുകയാ. നമുക്ക് വാക്യത്തിലോട്ട് വരാം. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇന്ന് ഇടപെടും ഇവിടെ. ഒരാമീൻ പറഞ്ഞാട്ട് ഇവിടെ 3 കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവിന്റെ സ്തോത്രം, യെരൂശലേം ദേവാലയം പണിയപ്പെടുന്നു. ആ ദേവാലയം എതിർശക്തികളാൽ തകർക്കപ്പെടുന്നു. അതൊരു ചരിത്രമാണ്. അതിൻ്റെ മതിലുകൾ നെഹമ്യാവിനാൽ പണിയപ്പെടുന്നു. അത് കഴിയുമ്പോൾ ജനം, ദൈവത്തിന് സ്തോത്രം, ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയ ജനം സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വരികയാ. എന്തിനാ? പൊളിഞ്ഞ ആലയത്തെ പുതുക്കിപ്പണിയാൻ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പറയാം. പൊളിക്കാനൊരു കാലമുണ്ടെങ്കിൽ പണിയാനൊരു കാലമുണ്ട്. തകരാനൊരു കാലമുണ്ടെങ്കിൽ ഉയരാനൊരു കാലമുണ്ട്. ശപിക്കപ്പെടാനൊരു കാലമുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടാനൊരു കാലമുണ്ട്. അത് നിന്റെ വിശ്വാസമായിരിക്കണം. ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കാം. നമുക്ക് ദൂതിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരാം. കർത്താവിന്റെ സ്തോത്രം. ഈ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിക്ക് വന്നപ്പം ആ കാലഘട്ടത്തിൽ തളർന്നിരിക്കുന്നവനെ ശക്തീകരിക്കുന്ന 2 പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതിൽ ഒരുവന്റെ പേരാണ് ഹഗായി, മറ്റവന്റെ പേരാണ് സെഖരിയാവ്. നിന്ന് പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ ആ പ്രവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആമീൻ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ എന്തെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. ഇങ്ങോട്ട് നോക്കിയേ. ആലയം പണി ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്കായി. വലിയ ലക്ഷ്യത്തോടിറങ്ങിയതാ, പണി ഇടയ്ക്ക് ബ്രേക്കായി. ആലയമെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, വലിയ ലക്ഷ്യത്തോടിറങ്ങിയ പലതും മധ്യത്തിൽ ബ്രേക്കായി പോയി. ജനത്തിന്റെ വിഷൻ തിരിഞ്ഞു. എല്ലാരും വീട് പണിയാൻ തുടങ്ങി. ഉടനെ പ്രവാചകൻ ചോദിക്കുക, എന്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കാൻ സമയമായോ? പ്രൈസ് ഗോഡ്. താഴോട്ട് വായിച്ചേ. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ എത്ര വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. ഭക്ഷിച്ചിട്ടും തൃപ്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിര് മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലെ നാണയം പോലെ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുവന്ന 1 മിനിറ്റ് കൊണ്ട് 50,000 രൂപ കടവാവും.
നാളെ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. പുള്ളി എന്നോട് പറഞ്ഞു, എനിക്കൊരു കൃപാവരമുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ? കടം വാങ്ങിക്കാനുള്ള കൃപാവരം. കടം വാങ്ങിക്കാത്ത ഒറ്റ മാസം കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ ആ പുള്ളിയെ സൂക്ഷിച്ചങ്ങ് നോക്കി. പുള്ളി പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞാൻ 80,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നൊരു മനുഷ്യനാ. പക്ഷേ എല്ലാ മാസവും 20-ാം തീയതി കഴിയുമ്പം ഞാൻ കടം വാങ്ങിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. കടം വാങ്ങിക്കുന്നത് കൃപാവരമല്ല, അതൊരു ശാപമാണ്. ആമേൻ. ശ്രദ്ധിക്കണം, അതിനെ നമ്മൾ പൊട്ടിച്ചേ പറ്റൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശ്രദ്ധിക്കണമേ, കർത്താവിന്റെ സ്തോത്രം. എൻ്റെ ജീവിതത്തിലും കണ്ടമാനം കടമുള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഹല്ലേലൂയ. കടം കയറി എൻ്റെ വസ്തുക്കളൊക്കെ വിറ്റ് ഞാൻ കടം തീർത്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ എനിക്ക് മനസ്സിലായി കടം എൻ്റെ തകർക്കുന്നൊരു ശക്തിയാണെന്ന്. ഒരു ദിവസം പ്രാർത്ഥനയിൽ ആ കടത്തെ പൊട്ടിച്ചു. ഇന്ന് ഞാൻ പറയാം, അനിബ്രദറിന് വ്യക്തിപരമായി 1 പൈസ പോലും കടമില്ല. അതിൻ്റെ കാരണം കടം വരാൻ സമ്മതിക്കത്തില്ല ദൈവം. ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം, കടമുള്ളവരെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കടത്തെ നിങ്ങൾ ജയിക്കണം. നിങ്ങൾ അറിയാത്ത വഴി ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരും. വിശ്വസിക്കാൻ പറ്റാത്ത വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. നിങ്ങൾ ഏതെങ്കിലും കടം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന്മേൽ നിങ്ങൾ ജയമെടുക്കണം. ഇവിടെ എഴുതിയിരിക്കുക, കർത്താവിന്റെ സ്തോത്രം. സത്യം, നിങ്ങൾ ഓട്ടസഞ്ചിയിലിടുന്ന നാണയം പോലെ എത്ര സമ്പാദിച്ചാലും ഒന്നുമില്ല. ആമീൻ. അടുത്തത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിവിൻ. നിങ്ങൾ മലകളിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ. മതി. ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം. നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരിക്കണം കർത്താവിന് വേണ്ടി എന്തേലും ചെയ്യുക. ഹല്ലേലൂയ. നമ്മൾ കഴിച്ചു കുടിച്ച് നമ്മുടെ കാര്യം മാത്രം പോരാ. ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കർത്താവ് നമുക്ക് തീഷ്ണത തരുമാറാകട്ടെ. ഇനി വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഹഗ്ഗായിയുടെ ഒരു പ്രവചനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ തൊട്ട് തുടങ്ങാം. ദൈവത്തിന് സ്തോത്രം. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാനിവിടെ നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക, ഇന്ന് തൊട്ട് നിങ്ങൾ മുന്നോട്ട് ദൃഷ്ടി വെക്കുവീൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞ നിന്നെ പുറകോട്ട് വലിക്കുന്ന ശക്തികളുടെ മേൽ എൻ്റെ കർത്താവിന് ജയം തരാൻ പോകുകയാ. ഇനിയും നിന്നെ പുറകോട്ട് തള്ളത്തില്ല. ഇനിയും നിന്നെ പരാജയത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. വിശ്വസിക്കാൻ തയ്യാറാക. ഇന്ന് തൊട്ട് നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി വെക്കുവീൻ. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുവല്ല, നാളെയെ കുറിച്ച് ചിന്തിക്കുക. ഒരാമയും പറഞ്ഞാട്ട്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ വിശ്വാസത്താൽ കാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ മുന്നോട്ട് ദൃഷ്ടി വെക്കാൻ? ആമേൻ. എപ്പോഴും കർത്താവിന്റെ സ്തോത്രം. ഈ ബോവസിന്റെ വയലിൽ എത്തിയ രൂത്തിനോട് ബോവസ് പറയുന്ന ഒരു പദമുണ്ട്. പദം ഇങ്ങനാണ്, മകളെ, കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചോണം. സ്തോത്രം. എന്ന് പറഞ്ഞ വെളിപ്പെടാൻ പോകുന്ന നന്മയുടെ മേൽ നിന്റെ ദൃഷ്ടി ഇരിക്കണം. സദൃശ്യവാക്യം 31-ാം അധ്യായത്തിൽ സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടുമെന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം പറയാം. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെക്കും, അവൾ അത് വാങ്ങിക്കും. ഒരാമയും പറഞ്ഞാട്ട്. എന്നോട് ദൈവം പറയാം, നിന്റെ ദൃഷ്ടി മുന്നോട്ട് നോക്കട്ടെ. നീ മുന്നോട്ട് ദൃഷ്ടി വെക്കട്ടെ. ഇന്ന് പകൽ ഒരിക്കലും നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നിന്നെ കൊണ്ട് യേശു ചെയ്യിപ്പിക്കാൻ പോകുകയാ. നിങ്ങളുടെ എത്ര പേരുടെ അകത്ത് വിശ്വാസം വരുന്നുണ്ട്? നിങ്ങൾ മുന്നോട്ട് ദൃഷ്ടി വെക്കണം. ഇപ്പം നിങ്ങളുടെ പേഴ്സ് ശൂന്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി പരാജയങ്ങളുണ്ട്. നിങ്ങൾക്ക് വലിയ രോഗങ്ങളുണ്ട്. പക്ഷെ മുന്നോട്ട് ദൃഷ്ടി വെക്കണം. മുന്നോട്ട് ദൃഷ്ടി വെക്കണം. രോഗമല്ല വലുത്, നിനക്ക് ദൈവം തന്ന വെളിപ്പാടാ വലുത്. പ്രതിസന്ധി അല്ല വലുത്, നിന്റെ കാഴ്ചപ്പാടാ വലുത്. നീ ചെറിയ കാര്യങ്ങൾ പറയരുത്, വലിയ കാര്യങ്ങൾ പറഞ്ഞാട്ട്. നീ കൊച്ചു കാര്യങ്ങൾ ചിന്തിക്കരുത്, വലിയ കാര്യങ്ങൾ. ചിലക്ക് കിട്ടിയിട്ടില്ലയോ? ചില നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മുന്നോട്ട് ദൃഷ്ടി വെക്കാത്ത കാര്യം പറയാം. ഒരു നെഞ്ചിനകത്ത് തന്നെ കിട്ടിയാൽ മതി. എൻ്റെ ബ്രദറെ, നെഞ്ചിന് വേദനയാ. ഒരു തലെണ്ണം ചാരി പിടിച്ചോണ്ടിരിക്കുക, മീൻ വരുന്നില്ല. ഒരു പിടി ഗുളിയം കഴിച്ചുകൊണ്ടിരിക്കുക, നെഞ്ചിന് വേദനയാ. ചില കണ്ടിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. ഹാർട്ടിന് 7 ബ്ലോക്കുണ്ട്, 6 ബ്ലോക്കുണ്ട്. ഡോക്ടർ പറഞ്ഞു ബൈപ്പാസ് നടത്തണം. പക്ഷേ ബൈപ്പാസ് നടത്താൻ പറ്റത്തില്ല. കാരണം നീ ബൈപ്പാസ് ചാമി മരിച്ചു. അവൻ രാവിലെ തൂമ്പായി എടുത്തോണ്ട് ഇറങ്ങുക. അപ്പം അവനോട് ചോദിച്ചു, ബ്രദറെ 7 ബ്ലോക്കില്ല. ബ്ലോക്കൊക്കെ ഉണ്ട്, പക്ഷെ കളക്കാതിരിക്കാൻ പറ്റുമോ? ബ്ലോക്കുണ്ട്, ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? ബ്ലോക്കുണ്ട്, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? നീ ഉള്ള ഒരു പ്രതിസന്ധിയിൽ ഒതുങ്ങരുത്. മുന്നോട്ട് ദൃഷ്ടി വെക്ക്. മുന്നോട്ട് ദൃഷ്ടി വെക്ക്. ദൈവത്തിന് വലിയ ലക്ഷ്യമുണ്ട്.
പറഞ്ഞവരുടെ മുമ്പിൽ പറയണം, മുന്നോട്ട് ദൃഷ്ടി വെക്ക. നിന്നെ കൊണ്ട് നടക്കത്തില്ല, പക്ഷെ മുന്നോട്ട് ദൃഷ്ടി വെക്ക. ആമേൻ. ആമേൻ. വായിക്കാം വാക്യം, ശ്രദ്ധിച്ചേ. 18-ാമത്തെ വാക്യം ഒന്നുകൂടെ. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. എന്ന് തൊട്ട് മുന്നോട്ട് ദൃഷ്ടി വെക്കണം. ഇന്നലെ വരെ നീ എന്തായിരുന്നെന്നല്ല ചോദ്യം, നിനക്ക് ഇതിനപ്പുറത്തൊന്ന് കാണാൻ പറ്റുമോ? യേശു ശിഷ്യന്മാരോട് പടയെ പോന്നു. ശിഷ്യന്മാർ അന്നേരം പോകാനിരുന്നല്ല കാര്യം. യേശു 5 അപ്പം മേപ്പോട്ട് പൊക്കി, ഒറ്റ പ്രാർത്ഥന, 5000 വയറും 12 കൊട്ടയും നിറഞ്ഞു. ഗ്ലോറി. ആരാ യേശുവിന്റെ യോഗത്തിൽ പോകാത്തെ? യേശു കൊടുത്ത ആമി കർത്താവിന് സ്തോത്രം. ആമി ആഹാരം എന്തായിരുന്നു? ഭൂമിയിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ആഹാരമാണ് അപ്പവും മീൻ വറുത്തതും. ഞാൻ ഈ വാക്യം വെച്ച് കഴിച്ചു. എന്നോ ടേസ്റ്റാ. ഇങ്ങോട്ട് നോക്ക. മന്നായെ കുറിച്ച് വായിക്കുന്ന തേൻ കുട്ടിയ ദോശയുടെ ടേസ്റ്റാ. തേനും ദോശയും കൂടെ തിന്നേ, എന്നാ ടേസ്റ്റാ. കർത്താവ് പറഞ്ഞേക്കുന്ന കഴിച്ചേക്കുന്ന ആഹാരത്തിന് ഭയങ്കര ടേസ്റ്റാ. അങ്ങനെ കഴിച്ചു നോക്കണം. അപ്പം ഈ ഭയങ്കര ടേസ്റ്റ് ഉള്ള ആഹാരം ആളങ്ങ് കൂടിയെന്നേ. 5000 പുരുഷന്മാര്, അവരുടെ സ്ത്രീകള്, അവരുടെ പിള്ളേര്, 20,000 പേര്. ഞാൻ വിളിച്ചു പറയാം, വിശ്വാസമാ സകലത്തിന്റെ രഹസ്യം. നിന്നെ തകർക്കുമെന്ന് പിശാച് ഒരു വരത്ത് വാദിക്കുമ്പോൾ വിളിച്ചു പറ, നിന്റെ വിശ്വാസത്തിന് അതിനെ ജയിക്കാൻ പറ്റും. അപ്പൊ ഈ 5 അപ്പം എടുത്ത് കർത്താവ് ഇങ്ങോട്ട് നോക്കി, 5 അപ്പം എടുത്ത് അങ്ങോട്ട് പൊക്കി പ്രാർത്ഥിച്ചു. 5000 വയറ് നിറഞ്ഞു, 12 കൊട്ടയം നിറഞ്ഞു. അതുകൊണ്ട് യേശുവോടെ പ്രസംഗിച്ചതിന് ഫ്ലെക്സ് ഇല്ലല്ലോ, ആള് കൂടും. അങ്ങനെ മുടന്തൻ അങ്ങോട്ട് ഇങ്ങനെ 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 പോയി, തിരിച്ചവൻ ഇങ്ങനെ വരിക. ആരാ യോഗത്തിന് പോകത്തെ? ചൗപ്പട്ടിക്കകത്ത് പോയാൽ തിരിച്ച് വെട്ടിയെടുത്ത് അല്ല വെച്ചോണ്ട് വരിക. ആരാ യോഗത്തിന് പോകത്തെ? വേണ്ടല്ല. അങ്ങോട്ട് മുടന്തനെ എടുത്തോണ്ട് പോയി. എന്നാ പഞ്ചായത്തിളക്കി എന്നെ കൊല്ലാൻ കൊണ്ടുപോകാമെന്നാ പറഞ്ഞ, തിരിച്ചവൻ ആ കട്ടിലെടുത്തോണ്ട് വീട്ടിൽ വരിക. യേശുവിന്റെ യോഗത്തിന് ആള് കൂടുന്നു. അങ്ങനെ ആള് കൂടുന്നു. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ദൂതിലോട്ട് വരാം. കർത്താവിന്റെ സ്തോത്രം. നിന്നെ അത്ഭുതം കൊണ്ട് നിറയ്ക്കാൻ എന്റെ കർത്താവ് തയ്യാറാ. പക്ഷെ ഒറ്റ ദൂത പറയാനുള്ളൂ, മുന്നോട്ട് ദൃഷ്ടി വെക്ക്. അപ്പം ഈ 12 ശിഷ്യന്മാർക്ക് ഇരുന്നവർക്കെല്ലാം വയറ് നിറച്ചു കൊടുത്തു. ഇരുന്നവർക്കെല്ലാം വയറ് നിറച്ചു കൊടുത്തു. കർത്താവ് ഒരു മനുഷ്യൻ മാക്സിമം തിന്നാൽ 3 ഇഡലിയെ തിന്നത്തുള്ളൂ. പക്ഷെ തിന്നാൻ കഴിവുള്ള തിന്നാൽ 200 വേണം തിന്നും. ഇങ്ങോട്ട് നോക്ക്. അത് തീറ്റി മത്സരത്തിലൊക്കെ നോക്കണം. കർത്താവ് പോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല, ചുരുക്കി അങ്ങ് പറയാം. ആമേ, ഈ ശിഷ്യന്മാർ വരച്ച് പോകുന്ന നേരത്ത് ഓരോ കൊട്ടയും കൊണ്ട് വീട്ടിൽ പോവാം. നോക്കി, പത്രോസൊക്കെ ഒരു കൊട്ട അപ്പം കൊണ്ട് വീട്ടിൽ പോകും. നാട്ടുകാരൊക്കെ ഓ യേശു തന്നതാ, നാളെ എവിടെയോ എന്ന് അവരും ചോദിക്കും. ഇങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ യേശു പറഞ്ഞു, പോകണ്ട, പടക കയറാൻ പറഞ്ഞു. പടക കയറി പാടക ഇളകി. പത്രോസും യാക്കോവും ആമേ ശിഷ്യന്മാരെല്ലാം പഠിച്ച പണി 18 നോക്കി. പടക്കം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. 3 യാമങ്ങൾ ഒലഞ്ഞവര്. ഗ്ലോറി. പ്രാണഭയത്തിലായി 4-ാം യാമത്തിലൂടെ കാഴ്ച. ഈ പടകിന്റെ മീതെ ഒരുവൻ നടന്നു വരുന്നു. മുന്നോട്ട് ദൃഷ്ടി വെക്കണമെന്ന് ഞാൻ ദൂത് പറയാൻ പോകുന്നേ. കടലിന്റെ കർത്താവിന്റെ സ്തോത്രം മീതെ എൻ്റെ കർത്താവ് നടന്നു വരുന്നു. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ കടലിന്റെ മീതെ നടന്നു വരുന്ന കണ്ടപ്പോൾ കടല് ശാന്തമായി. ഞാനിവിടെ നിന്നുകൊണ്ട് ഒരു സന്ദേശം പറയാം. നിന്നെ ഒലച്ചതിനെ ചവിട്ടി അമർത്താൻ കഴിവുള്ളവനാ കർത്താവ്. യേശുവിൻ്റെ അടുക്ക വരാൻ രഹസ്യം എന്താണെന്നറിയാമോ? നീ 3 യാമം ഒലഞ്ഞിട്ട് ഒതുങ്ങാത്ത വിഷയത്തെ യേശു ചവിട്ടി ഒതുക്കി വരിക. വിശ്വാസമുണ്ട്. ഹല്ലേലൂയ പറ. നിന്റെ വീട്ടിലെ പ്രതിസന്ധിയെ മാറ്റാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ. അവനെ ഞാൻ പ്രസംഗിക്കുന്ന യേശു. യേശു ആന്നറിഞ്ഞപ്പം പത്രോസ് ചോദിക്കുക, ഈ ശിഷ്യന്മാർക്കല്ലേ യേശു വന്ന ഭയങ്കര ആശ്വാസമായി. എൻ്റെ ബ്രദറെ രക്ഷപ്പെട്ട് യേശു വന്നോണ്ട്. ഉടനെ പത്രോസ് ചോദിക്കുക, കർത്താവേ നീ ആന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ? അവന്റെ ദൃഷ്ടി മുന്നോട്ടാ, മുന്നോട്ടാ ദൃഷ്ടി. കർത്താവ് പറഞ്ഞു വാ. കർത്താവിന്റെ വാക്ക് കേട്ട പിന്നെ കടലാന്നോ പത്രോസിന് വിഷയമല്ല. കുഞ്ഞെ, കർത്താവിന്റെ വാക്ക് കേട്ട മുമ്പിൽ വെളിപ്പെട്ടത് എന്താന്ന് ഇവിടെ വിഷയമല്ല. കർത്താവിന്റെ വാക്ക് കേട്ട് പത്രോസ് കാല് മുന്നോട്ട് വെച്ചു. ഇന്ന് പകലും ദൈവാത്മാവ് പറയുക, ഇന്ന് തൊട്ട് നിങ്ങൾ മുന്നോട്ട് ദൃഷ്ടി വെക്കണം. ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ആയിരുന്നെന്നല്ല ചോദ്യം. ഇന്ന് തൊട്ട് നീ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കണം. ഇന്ന് തൊട്ട് നിന്റെ ദൃഷ്ടി മുന്നോട്ടാകണം. നിന്റെ ഭാവിക്കെതിരെ നിൽക്കുന്ന എല്ലാ ദുർശക്തികളെയും എന്റെ ദൈവം പൊട്ടിച്ചോണ്ട് ഇന്ന് പകൽ നീ മുന്നോട്ട് ദൃഷ്ടി വെക്ക. ചിലർ കണ്ടിട്ടില്ലയോ, 1 പൈസയ്ക്ക് നിവർത്തിയില്ലല്ലോ 5 കോടിയുടെ കഥയാ പറയുന്നത്. അതിന് എന്നാ കാര്യം? അവർക്ക് മുന്നോട്ടാ ദൃഷ്ടി. അമ്മേ,
നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. മുന്നോട്ട് ദൃഷ്ടി വെക്കുവീൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവീൻ. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ ഇന്നു മുതൽ ഈ ശുശ്രൂഷ കാണുന്ന ഇന്ന് പകൽ മുതൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും. കുഞ്ഞെ, ഞാനൊരു സത്യം പറയാം. ദൈവം അനുഗ്രഹിക്കുന്ന ഈ പദത്തോട് വലിയ പോരാട്ടമാ. പ്രാർത്ഥനക്കാർക്കും പോരാട്ടമാ. ചെല്ലുക പറഞ്ഞ അനുഗ്രഹത്തിന്റെ പുറകെയാന്ന്. പിന്നെ നീ എന്തിന്റെ പുറകെ ഇറങ്ങി? യേശു അനുഗ്രഹത്തിന്റെ ഉറവിടമാ. ഈ അനുഗ്രഹം ഇന്ന് മുതൽ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചെല്ലു ചിന്തിച്ചത് കർത്താവ് നാളെ തൊട്ട് ഭയങ്കര പൈസക്കാരനാവുമെന്നാ. പൈസയല്ല അനുഗ്രഹം. എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. നിന്ന് നിപ്പിയ ഒരു അസുഖം ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുക. ഒറ്റ ഇഞ്ചക്ഷനൊക്കെ 4 ലക്ഷം രൂപയാ. നിനക്ക് എന്തോ വന്നോ? ആകെ ഒരു പനിയല്ല വന്നുള്ളൂ. വേറെ എന്നേലും വന്നോ? പിന്നെ ഷുഗർ, പ്രഷർ, അതൊക്കെ നല്ല കുടുംബത്തിൽ പിറന്നവർക്ക് വരുന്ന. അതൊന്നും അസുഖമല്ല. നല്ല കുടുംബത്തിൽ പിറന്നാലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. അതൊന്നും അസുഖമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചു, ഇതുവരെ ട്രീറ്റ്മെന്റിൽ എന്തോ? നാളെ കർത്താവിന് സ്വത്രം ഒരു പെങ്കൊച്ചിനെ പ്രാർത്ഥിക്കാൻ വന്നു. ദേഹം മുഴുവൻ പുഴുത്ത് അഴുകിപ്പോയ ശരീരം. അമേരിക്കക്കാരിയാ. അമൃത ഹോസ്പിറ്റലിന്റെ അടുക്ക ഒരു വീട് വാങ്ങിച്ച് 2.5 കൊല്ലം കൊണ്ട് താമസിച്ച് ചികിത്സിക്കുക. ചെലവായത് 3.25 കോടി രൂപ. അപ്പം 3 കോടിയോ 4 കോടിയോ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ആളൊന്നും ആകണ്ട. ഒറ്റ അസുഖം വന്നാൽ മതി, ഒറ്റ ആഴ്ച കൊണ്ട് തീർന്നു കിട്ടും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നീ താഴോട്ട് പോകുമെന്നല്ല, നീ മേളോട്ട് പോകുന്ന. പ്രവചനാത്മാവി പറയാ, ഇന്നലെ വരെയുള്ള ചരിത്രം വിട്ടേര്. നിന്റെ എതിരാളി പാർക്കുന്ന അതേ ദേശത്താ നീയും പാർക്കാൻ പോകുന്നത്. നീ നിന്ദിക്കപ്പെട്ട അതേ സ്ഥലത്താ നീ പാർക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ന് തൊട്ടൊരു വ്യത്യാസം വരാൻ പോവുക. ഇന്ന് തൊട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എനിക്കറിയത്തില്ല, ഈ ദൂത് കേൾപ്പിക്കാനാ ദൈവം നിന്നെ അവിടെ കൊണ്ടുവന്നത്. എന്തുവാ പേര്? എവിടെയാ സ്ഥലം? മാറാടി. ശ്രദ്ധിച്ചേ, എത്ര വർഷം കൊണ്ട് നിങ്ങളുടെ ഈ ചെവിയുടെ കേൾവി പോയിട്ട്? 32 വർഷമായി. 32 വർഷമായി ഈ ചെവി കേൾക്കത്തില്ല. നിങ്ങൾ നോക്കിക്കേ, ഈ ചെവിയെ കർത്താവ് തുറന്നു കൊടുക്കും. ഈ മകളുടെ അണിവിരൽ അവിടെ ചെവിയിലേക്ക് വിടുക. ഹീലിംഗ് പവർ. സിസ്റ്ററെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ട, ചിരിച്ചോണ്ട് നിന്നാ മതി. ലോർഡ്, യേശുവിന്റെ നാമത്തിൽ ഇവിടെ ചെവി തുറക്കട്ടെ. 32 വർഷം മുമ്പ് ഇവിടെ ചെറുപ്രായത്തിലെ പൊട്ടിപ്പോയ ചെവി ഇന്ന് പകൽ കർത്താവ് കൂട്ടിക്കെട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നമുക്കൊന്ന് നോക്കാം ഈ പുള്ളിക്കാരത്തേക്ക് കേൾക്കാമോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് നോക്കാം കേൾക്കാമോ എന്ന്. ഈ ചെവി ഒന്ന് അടച്ചു പിടിച്ച് കേൾക്കാം, കേൾക്കാം. കേൾക്കാം, 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 കേൾക്കാം. ഇവരുടെ ജന്മന ഇപ്പൊ എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 47 വയസ്സ്. 10 വയസ്സുള്ളപ്പോ പൊട്ടിപ്പോയ ചെവിയായത്. നിങ്ങൾക്ക് മറ്റേ ചെവിയാന്ന് അടച്ചു പിടിച്ചേ. ഞാൻ പറയുന്ന എല്ലാം കേൾക്കാം, സ്പഷ്ടമായിട്ട് കേൾക്കാം. മുമ്പ് നിങ്ങൾക്ക് കേൾക്കത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഒന്നും നിങ്ങൾ ആ ചെവി കൊണ്ട് കേട്ടില്ല. ഇപ്പം പൂർണ്ണമായിട്ട് കേൾക്കാം, നല്ല സ്പഷ്ടമായിട്ട് കേൾക്കാം. ഇതെന്തിനാ ചെയ്തെന്നറിയാമോ? ഇത് മനുഷ്യര് ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നതാ.
ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ 2 കൈകൾ എന്നെ ജോടി ചേർത്ത് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നുണ്ട്. സ്തോത്രം. ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.